പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബിസിനസ് സ്റ്റഡീസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് കഴിഞ്ഞ 2 പാർട്ടുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുന്നു. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ നാച്ചർ എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്, ലെവലുകൾ ഏതൊക്കെയാണ്, മാനേജ്മെൻറ്റ് ആർട്ടാണോ സയൻസ് ആണോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ്. മാനേജ്മെൻറ്റിനെ നമ്മൾ പറഞ്ഞിരുന്നു, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്ന് പറഞ്ഞിരുന്നു. മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ നേടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അപ്പം മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ നേടുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ്. ഇതിൻ്റെ ചില പ്രിൻസിപ്പിൾസ്, ചില തത്വങ്ങളെ പറ്റി പറയുന്നു. നമുക്കാദ്യം നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ദ ഗൈഡിങ് റൂൾസ് ഓഫ് ലോ ഫോർ മാനേജ്മെൻറ്റ് ആക്ഷൻ. മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഗൈഡിങ് റൂള്, എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല, ഡു ഓർ ഡോൺസ്, ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതും, അല്ലെങ്കിൽ ഒരു ഗൈഡിങ് റൂൾ, നയിക്കാവുന്ന ചില റൂളുകൾ, ചില നിയമങ്ങളാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ്. ദേ ഡിനോട്ട് എ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഒരു കാര്യകാരണ ബന്ധത്തോടു കൂടിയ ചില ഫണ്ടമെൻ്റൽ ട്രൂത്ത്സുകളെ പറയുന്ന പേരാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദീസ് പ്രിൻസിപ്പിൾസ് ആർ ഗൈഡ് ലൈൻ ടു തോട്ട് ആൻഡ് ആക്ഷൻ. ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഗൈഡ് ലൈൻ, മാർഗനിർദ്ദേശങ്ങളെ പറയുന്ന പേരാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളുകൾ എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് മാനേജ്മെൻറ്റ് എക്സ്പേർട്ടുകൾ നിരവധി നിരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ഇത്തരം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നാച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ സ്വഭാവം നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ പറയുന്നു യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇതാണ്, യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ അപ്ലിക്കബിൾ ടു എനി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ എനി പാർട്ട് ഓഫ് ദി വേൾഡ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും, എല്ലാ മുക്കിലും മൂലയിലും, ഏത് തരം ഓർഗനൈസേഷനുകളും നമുക്ക് എന്ത് ചെയ്യാം, ഈ മാനേജ്മെൻറ്റ് തത്വങ്ങളെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, മാനേജ്മെൻറ്റ് തന്നെ എല്ലായിടത്തുമുണ്ട്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റോ, ഹോട്ടൽ മാനേജ്മെൻറ്റോ, ബിസിനസ് മാനേജ്മെൻറ്റ്, ദെൻ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, സെയിൽസ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ എവരിവെയർ മാനേജ്മെൻറ്റ് നമുക്ക് കാണാം. അതേപോലെ തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഏത് തരം ഓർഗനൈസേഷനുകളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്ന് പറയുന്നത്. They are applicable in all spheres of human activity, even if it is business or non-business. ബിസിനസ് ആയാലും ബിസിനസ് ഏതര പ്രവർത്തനങ്ങളാണെങ്കിലും മനുഷ്യൻ്റെ ഏത് പ്രവർത്തനങ്ങളിലും നമുക്ക് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനെ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അപ്ലിക്കബിൾ ആണ് എന്നതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഏത് തരം ഓർഗനൈസേഷനുകളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഹ്യൂമൻ ആക്ടിവിറ്റിയിലെ ബിസിനസ് ആവട്ടെ, ബിസിനസ് അല്ലാത്ത ആവട്ടെ, ഹ്യൂമൻ ആക്ടിവിറ്റികളിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളുകൾ. സെക്കൻഡ് വൺ പറയുന്നു ജനറൽ ഗൈഡ് ലൈൻ. ദ പ്രിൻസിപ്പിൾസ് ആർ ഗൈഡ് ലൈൻ ടു ആക്ഷൻ. പ്രവർത്തിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം മാത്രമാണ്, ഗൈഡ് ലൈൻ മാത്രമാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് റെഡിമെയ്ഡ് സൊല്യൂഷൻ ടു ഓൾ മാനേജീരിയൽ പ്രോബ്ലംസ് ആസ് റിയൽ ബിസിനസ് സിറ്റുവേഷൻ ആർ നോട്ട് അലൈക്ക്. ഇതൊരു ഗൈഡ് ലൈൻ മാത്രമാണ്, അല്ലാതെ ഒരു ബിസിനസ്സിൻ്റെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഉണ്ടാകാവുന്ന എല്ലാ പ്രോബ്ലത്തിൻ്റെയും ഒരു റെഡിമെയ്ഡ് സൊല്യൂഷനായിട്ട് പറയാൻ പറ്റില്ല. സൊല്യൂഷൻ അല്ല, ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. ഹൗവർ ജനറൽ ഗൈഡ് ലൈൻ ഹെൽപ്പ് ടു സോൾവ് എ ഗിവൺ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു ഗൈഡ് ലൈൻ മാത്രമാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലാതെ ഇത് ഒരു റെഡിമെയ്ഡ് സൊല്യൂഷൻ അല്ല.
മൂന്നാമത് പറയുന്നത് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ അഥവാ ഇവല്യൂഷണറി എന്ന് പറയും. ഇവല്യൂഷണറി എന്ന് പറഞ്ഞാൽ തന്നെ പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിലൂടെ ഫോം ചെയ്ത് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. The principles of management are formed by experience and a collective wisdom of managers as well as experimentation. എക്സ്പീരിയൻസിലൂടെ മാനേജേഴ്സിൻ്റെ കളക്റ്റീവ് വിസ്റ്റത്തിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നതാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് അൻ ഇവല്യൂഷണറി വൺ. നാലാമത്തെ പറയുന്നു ഫ്ലെക്സിബിൾ, ദാറ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ അയവുള്ളത്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഇലാസ്റ്റിക് ഓർ ഫ്ലെക്സിബിൾ ഇൻ നാച്ചർ. മാനേജ്മെൻറ്റ് ഫ്ലെക്സിബിളാണ്, അഥവാ മാറ്റത്തിനനുസരിച്ച് മാറ്റാൻ കഴിയുന്നത്. ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റാൻ കഴിയുന്നതാണെന്ത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദേ ആർ പ്രിപ്പയർഡ് ടു അഡാപ്റ്റ് ടു ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ആൻഡ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. വ്യത്യസ്ത സാഹചര്യങ്ങളിലും അതേപോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലും നമുക്ക് പ്രിപ്പയർ ആക്കാവുന്ന അല്ലെങ്കിൽ അതിനെ അഡാപ്റ്റ് ചെയ്യാവുന്ന ചില ഗൈഡ് ലൈനുകളാണ് അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാവുന്ന ഗൈഡ് ലൈനുകളെയാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളുകൾ എന്ന് പറയുന്നത്. ഇൻ ദിസ് സെൻസ് ദേ ആർ ഡൈനാമിക് ആൾസോ. ആ സെൻസിൽ നമുക്ക് പറയാം ഇത് ഡൈനാമിക്കാണ്. ഡൈനാമിക് എന്ന വാക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയൊരു വാക്കാണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ മാറ്റത്തിനനുസരിച്ച് മാറ്റാൻ കഴിയുന്നത്, ചേഞ്ചിങ് എൻവയോൺമെൻറ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതിനെയാണ് നമ്മൾ ഡൈനാമിക് എന്ന് പറയാറുള്ളത്. സോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഡൈനാമിക് ആണ് എന്ന് നമുക്ക് പറയാം. അഞ്ചാമത് പറയുന്നു ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ബിഹേവിയർ. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഫോർമുലേറ്റഡ് മെയിൻലി ടു റെഗുലേറ്റ് ആൻഡ് ഡയറക്റ്റ് ദ ഹ്യൂമൻ ബീയിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പൊതുവെ ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ ബീയിങ്ങിനെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഡയറക്റ്റ് ചെയ്യാനുള്ളതാണ്. ദേ ആർ സപ്പോസ്ഡ് ടു ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ സോ ദാറ്റ് പീപ്പിൾ ഗീവ് ദെയർ ബെസ്റ്റ് ടു ദി ഓർഗനൈസേഷൻ. ഇത് മനുഷ്യൻ്റെ സ്വഭാവത്തെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഗീവ് ദെയർ ബെസ്റ്റ് ടു ഓർഗനൈസേഷൻ. ഈ ഹ്യൂമൻ ബിഹേവിയർ ഓർഗനൈസേഷനിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കാവുന്ന ചില തത്വങ്ങളാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളുകൾ എന്ന് പറയുന്നത്. ദെൻ സിക്സ്ത് വൺ പറയുന്നു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ഇൻറ്റൻഡഡ് ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്റ്റ്. കാര്യകാരണ ബന്ധമുണ്ടായിരിക്കും. ദെൻ so they can be used in similar situation in large number of cases. കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു കാരണത്തിനനുസരിച്ചാണ് നമ്മൾ ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു ഓർഗനൈസേഷനിലെ നമ്പർ ഓഫ് കേസുകളിലും ഈ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. The principles of management are less than perfect since they mainly apply human behavior. അപ്പോൾ നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കോസ് എഫക്റ്റ് റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമിലർ സിറ്റുവേഷനിൽ ലാർജ് നമ്പർ ഓഫ് കേസുകളിൽ സിമിലർ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കണ്ടിജൻറ്റ് ഓർ റിലേറ്റീവ്. ദ അപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഈസ് കണ്ടിജൻറ്റ്. ദാറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രിവൈലിംഗ് സിറ്റുവേഷൻ ആണ് പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം. എല്ലായിടത്തും ഒരേ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളല്ല അഡോപ്റ്റ് ചെയ്യുന്നത്. എല്ലാ സിറ്റുവേഷനിലും ഒരേപോലെയല്ല. അത് കണ്ടിജൻ്റ് ആണ്. ആ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ പ്രിവൈലിംഗ് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുള്ളത്. സോ ഇറ്റ് ഈസ് എ കണ്ടിജൻ്റ് വൺ എന്ന് പറയും. ദെൻ ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നു. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർ റെമ്യൂണറേഷൻ സജസ്റ്റ് ദാറ്റ് എംപ്ലോയർ റെമ്യൂണറേഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ പേയിങ് കപ്പാസിറ്റി ഓഫ് ദി എംപ്ലോയർ ആൻഡ് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദി എംപ്ലോയീസ്. നമ്മൾ പറഞ്ഞു ഫെയർ റെമ്യൂണറേഷൻ കൊടുക്കണം എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ്. എല്ലാ തൊഴിലാളികൾക്കും മതിയായ വേതനം നൽകണം, നല്ല വേതനം നൽകണം എന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ്. പക്ഷേ അത് ആ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, എംപ്ലോയറുടെ ഫിനാൻഷ്യൽ കാപ്പബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ, ഒരു ജോലിയും ചെയ്യാത്ത ആളുകൾക്ക് നല്ല കൂലി കൊടുക്കണമെന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അവിടെ അഡോപ്റ്റബിൾ അല്ല. ദെൻ സാമ്പത്തികമായിട്ട് തീരെ സാമ്പത്തികമില്ലാത്ത ഒരു മാനേജ്മെൻറ്റ് നല്ല ശമ്പളം കൊടുക്കണമെന്ന് പറയുന്നതും അത് അവിടെ അപ്ലിക്കബിൾ അല്ല. അപ്പോൾ
ഗുഡ് റെമ്യൂണറേഷൻ കൊടുക്കുക അല്ലെങ്കിൽ നല്ല റെമ്യൂണറേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് അത് ആ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെയും ആ സ്ഥാപനത്തിലെ വർക്കേഴ്സിൻ്റെ വർക്കിനെയും ബേസ് ചെയ്തിരിക്കുന്നു. Then, since the paying capacity of employer and the contribution of employee keep on changing, employer remuneration should also change. അപ്പോൾ എംപ്ലോയീസിൻ്റെ എന്താ പറയുക കപ്പാസിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എംപ്ലോയർ റെമ്യൂണറേഷനകത്തും ചേഞ്ച് വരും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് റിലേറ്റീവാണ്. ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രിവൈലിംഗ് സിറ്റുവേഷനെ ഡിപ്പെൻഡ് ആയിരിക്കും എന്ത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ അപ്ലിക്കേഷൻ. അടുത്ത കാര്യം പറയുന്നു സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രാധാന്യങ്ങളെ പറ്റി പറയുന്നു. സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഒന്ന് പറയുന്നു പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. ദ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ദ മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയൽ വേൾഡ് സിറ്റുവേഷൻ. When a manager follows sound managerial principles, decision based on them with perfect and accurate. സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിന് ഒരു ഓർഗനൈസേഷനുള്ള പ്രാധാന്യം എന്താണ്, എത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളുകൾക്ക് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പറയുന്നത് പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. ഇൻസൈറ്റ്സുകളെ റിയാലിറ്റിയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ മാനേജേഴ്സിന് അവരുടെ ഇൻസൈറ്റിനെ റിയൽ വേൾഡ് സിറ്റുവേഷനിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒരു റിയൽ വേൾഡ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിൽ എങ്ങനെ ഈ പ്രിൻസിപ്പിൾസിനെ അല്ലെങ്കിൽ എങ്ങനെ അതിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി ഒരു ഇൻസൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് പറയുന്നത്. When a manager follows sound managerial principles, decision based on them will be perfect and accurate. നല്ല മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ഒരു മാനേജറാണ് എങ്കിൽ, നല്ല മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന മാനേജറാണ് എങ്കിൽ അവരുടെ ഡിസിഷൻ ഇതിനെ ബേസ്ഡ് ആയിരിക്കും, ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസ്ഡ് ആയിരിക്കും. സോ ഇറ്റ് ഷുഡ് ബി അക്യുറേറ്റ് ആൻഡ് പെർഫെക്റ്റ്. ഇത് പെർഫെക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇത് അക്യുറേറ്റ് ആയിരിക്കും. ദെൻ സെക്കൻഡ് വൺ പറയുന്നു ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. നമുക്കറിയാം വളരെ സ്കേഴ്സ് റിസോഴ്സുമായിട്ടാണ് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും പ്രിവൈൽ ചെയ്യുന്നത്. ഈ റിസോഴ്സിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഉറപ്പ് വരുത്തുന്നത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ മറ്റൊരു പ്രാധാന്യം നമുക്ക് പറയുന്നു. അഥവാ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഹെൽപ്സ് മാനേജേഴ്സ് ഇൻ ടേക്കിംഗ് പ്രോപ്പർ ഡിസിഷൻ ഇൻ പ്രോപ്പർ ടൈം. യഥാർത്ഥ സമയത്ത് യഥാർത്ഥ തീരുമാനമെടുക്കാൻ മാനേജേഴ്സിനെ സഹായിക്കുക എന്നതാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി. ദെൻ ഇറ്റ് പോയിൻ്റ് ഔട്ട് ഹൗ ടൈം, മണി, മെറ്റീരിയൽ ആൻഡ് ഹ്യൂമൻ എഫേർട്ട് ക്യാൻ ബി യൂസ്ഡ് എക്കണോമിക്കലി ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. ഇത് എങ്ങനെ സമയം, പണം, മെറ്റീരിയൽ, മനുഷ്യസമ്പത്ത് തുടങ്ങിയതിനെ എങ്ങനെ നമുക്ക് എക്കണോമിക്കലി നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, അഥവാ എഫക്റ്റീവായിട്ട് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എങ്ങനെ ഉറപ്പ് വരുത്താൻ സാധിക്കുമെന്നത് ഇത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ മറ്റൊരു പ്രാധാന്യം പറയുന്നത് റിസോഴ്സുകളെ, വളരെ സ്കേഴ്സ് ആയിട്ടുള്ള ദൗർലഭ്യമുള്ള റിസോഴ്സുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. തേർഡ് വൺ സയൻറ്റിഫിക് ഡിസിഷൻ, ശാസ്ത്രീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു. മാനേജ്മെൻറ്റ് ഡിസിഷൻ ടേക്കൺ വിത്ത് എ ബാക്കിംഗ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഫ്രീ ഫ്രം ബയാസ് ആൻഡ് പ്രെജുഡൈസ്. ശാസ്ത്രീയമായ തീരുമാനങ്ങൾ, വെറുതെ ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് അശാസ്ത്രീയമായൊരു തീരുമാനമെടുത്ത് പിന്നീട് അതിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നതിന് പകരം ശാസ്ത്രീയമായ രീതിയിൽ തീരുമാനമെടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. അഥവാ ടേക്കിംഗ് ബാക്ക് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഫ്രീ ഫ്രം ബയാസ് ആൻഡ് പ്രെജുഡൈസ്. മുൻവിധിയില്ലാതെ, ബയാസ് ഇല്ലാതെ, അഥവാ സ്വജനപക്ഷപാതം അല്ലെങ്കിൽ എന്താ പറയുക പക്ഷപാതമില്ലാതെ, മുൻവിധിയില്ലാതെ തീരുമാനമെടുക്കാൻ സഹായിക്കുക എന്നത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ചെയ്യുന്ന വലിയൊരു സഹായമാണ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പാണ്. ദേ ആർ ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് അസസ്മെൻറ്റ് ഓഫ് സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷൻ്റെ ഒബ്ജക്റ്റീവ് അസസ്മെൻറ്റ്, വളരെ കൃത്യമായ അസസ്മെൻറ്റ് നടത്തി, വളരെ കൃത്യമായ അനാലിസിസ് നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഒരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഒരു തീരുമാനം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ തീരുമാനങ്ങൾ നമ്മൾ പറഞ്ഞു അക്യുറേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഫ്രീ ഫ്രം ബയാസ് ആൻഡ് പ്രെജുഡൈസ് ആയിരിക്കും. മുൻവിധിയില്ലാതെ, പക്ഷപാതമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കും. നാലാമത്തെ കാര്യം പറയുന്നതാണ് മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് റിക്വയർമെൻറ്റ്.
മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഹൈലി ഫ്ലെക്സിബിൾ ആൻഡ് ദെയർഫോർ ക്യാൻ ബി മോഡിഫൈഡ് ടു മീറ്റ് ചേഞ്ചിങ് റിക്വയർമെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു ഫ്ലെക്സിബിൾ ആണ്, മാറ്റത്തിനനുസരിച്ച് ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റാൻ കഴിയുന്നതിനെയാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫ്ലെക്സിബിൾ ആണ്, സാഹചര്യത്തിനനുസരിച്ച് മാറ്റാം, സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. സോ highly flexible and therefore it can be modified to meet the changing requirement of environment. എൻവയോൺമെൻറ്റിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, എൻവയോൺമെൻറ്റിൽ ഒരു സാഹചര്യത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ആ മാറ്റത്തിനനുസരിച്ച് നമുക്കതിനകത്ത് മോഡിഫിക്കേഷൻ വരുത്താനും സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയി റെമ്യൂണറേഷൻ, നല്ല റെമ്യൂണറേഷൻ കൊടുക്കണമെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ്. ഇപ്പം എന്താ പറയുക, ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നു, സാമ്പത്തികമായിട്ട് സ്ഥാപനത്തിന് വലിയ ക്രൈസിസ് സംഭവിക്കുന്നു. ആ സമയത്ത് ഈ പ്രിൻസിപ്പിളിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും. അഥവാ അത് പോസിബിൾ അല്ല, നല്ല റെമ്യൂണറേഷൻ കൊടുക്കണമെന്ന് പറയുന്നത് പോസിബിൾ അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും. ഇതാണ് ഡൈനാമിക് എന്ന പോയിന്റിൽ നമ്മൾ പറഞ്ഞത്. സോ മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് റിക്വയർമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു. എക്സാമ്പിൾ പറഞ്ഞു, the following principles of division of labor. Managers are able to identify where and for what activity technology has changed. ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിലാളികളുടെ ഡിവൈഡ് ചെയ്യുക, അതായത് തൊഴിൽ വിഭജനം എന്ന് പറയും. ഇത് വിഭജിക്കുന്നതിനകത്ത് ഇപ്പോൾ ടെക്നോളജിയിൽ മാറ്റം വരുന്നു, കമ്പ്യൂട്ടർ വൽക്കരണം അനുദിനം പുതിയ ടെക്നോളജികൾ വരുന്നു, പുതിയ മാറ്റങ്ങൾ വരുന്നു, പുതിയ മെഷീനുകൾ വരുന്നു. ഈ വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള പേഴ്സണലിനെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ മാനേജേഴ്സിന് ഒരു സിറ്റുവേഷനിലെ മാറ്റത്തിനനുസരിച്ച് മാറ്റാൻ കഴിയണമെങ്കിൽ, അഥവാ ഡിവിഷൻ ഓഫ് ലേബർ ഇപ്പോൾ ടെക്നോളജിക്ക് അനുസരിച്ച് ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, അപ്പോൾ ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ലേബറിനകത്ത് ഡിവിഷൻ ഓഫ് ലേബറൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ അത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അഥവാ എൻവയോൺമെൻറ്റ് ചേഞ്ചിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കുക. ഫുൾഫിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എ ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് സൊസൈറ്റി. നമുക്കറിയാം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിലെ ഇൻറ്റഗ്രൽ പാർട്ടാണ്, അതിനകത്തുള്ള ഒരു ഭാഗം തന്നെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. സൊസൈറ്റിയിൽ നിന്നും മാറി നിൽക്കേണ്ട ഒന്നല്ല ബിസിനസ്. നമ്മൾ പറഞ്ഞ ബിസിനസ് ഡീൽ ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ് ആണ്. ഈ ഹ്യൂമൻ ബീയിങ് സൊസൈറ്റിയിലെ ഒരു പാർട്ടാണ്, ബിസിനസ് നിൽക്കുന്ന സൊസൈറ്റിയിലാണ്. സോ ഇറ്റ്സ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് സൊസൈറ്റി എന്ന് പറയാം. ഒരു ബിസിനസ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് സൊസൈറ്റിയാണ്. സോ it has to supply quality product at a reasonable price to the customers and fair wages to employees. നമ്മൾ പറഞ്ഞു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ +1 ക്ലാസ്സിൽ പഠിച്ചു പോയതാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് അതിൻ്റെ സമൂഹത്തോടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അഥവാ സമൂഹത്തിന് ഹാനികരമല്ലാത്ത കാര്യങ്ങൾ, നമ്മളുടെ തീരുമാനങ്ങൾ സമൂഹത്തിന് ഹാനികരമല്ലാതിരിക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാറുള്ളത്. അതേപോലെ തന്നെ ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഐ സപ്ലൈ ക്വാളിറ്റി ഗുഡ്സ് ടു കസ്റ്റമേഴ്സ്, നല്ല പ്രോഡക്റ്റ് റീസണബിൾ പ്രൈസിന് നല്ല പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കണം, ഇതൊരു ഉത്തരവാദിത്തമാണ്. എംപ്ലോയീസിനോട് ഉത്തരവാദിത്തമുണ്ട്, ഫെയർ റെമ്യൂണറേഷൻ കൊടുക്കണം, നല്ല സ്വഭാവമായിരിക്കണം അവരോട്. ഗവൺമെൻറ്റിനോട് ഉത്തരവാദിത്തമുണ്ട്, ഗവൺമെൻറ് നിയമങ്ങൾ പാലിക്കണം. അതേപോലെ തന്നെ ഗവൺമെൻറ്റിന് ടാക്സ്, മതിയായ ടാക്സ് നൽകണം, ഇത് ഗവൺമെൻറ്റിനോട് ഉത്തരവാദിത്തം. അതുപോലെ സൊസൈറ്റിയോട് ഉത്തരവാദിത്തങ്ങളുണ്ട്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, സൊസൈറ്റിക്ക് ഹാനികരമാകുന്ന അല്ലെങ്കിൽ വേസ്റ്റ് തുടങ്ങിയ സാധനങ്ങൾ ഒഴിവാക്കുക, ഇത്തരം സംഭവങ്ങളൊക്കെ. അപ്പം പറയുന്നതാണ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് വുഡ് എനാബിൾ ദ മാനേജേഴ്സ് ടു ടേക്ക് എ റിയലിസ്റ്റിക് വ്യൂ ഓഫ് ഓർഗനൈസേഷണൽ സിറ്റുവേഷൻ ആൻഡ് ദെയർ സോഷ്യൽ റെലവൻസ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിലെ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എങ്കിൽ മാനേജേഴ്സിന് ആ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ റിയലിസ്റ്റിക് സിറ്റുവേഷൻ എന്താണ് എന്ന് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിലെ സോഷ്യൽ റെലവൻസ് എത്രത്തോളമാണെന്നും സോഷ്യൽ റെസ്പോൺസിബിലിറ്റികൾ ഫുൾഫില്ല് ചെയ്യാനും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ സഹായകരമായിരിക്കും. മാനേജ്മെൻറ്റ് ട്രെയിനിങ്, 6ാമത്തെ പോയിന്റ് പറയുന്നത് മാനേജ്മെൻറ്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് ആർ കോർ ഓഫ് മാനേജ്മെൻറ്റ് തിയറി. മാനേജ്മെൻറ്റ് തിയറിയിലെ ഏറ്റവും കോർ അകക്കാമ്പാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ആസ് സച്ച് ദീസ് ആർ യൂസ്ഡ് ആസ് ബേസിസ് ഫോർ മാനേജ്മെൻറ്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. മാനേജ്മെൻറ്റ് ട്രെയിനിങ് നടക്കാൻ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ, മാനേജ്മെൻറ്റ് റിസർച്ച്, ഇതിലെല്ലാത്തിൻ്റെയും ബേസ് ആയിട്ട് നമുക്ക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് തന്നെ പറയാൻ പറ്റും. സോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ പറയാം മാനേജ്മെൻറ്റ് തിയറികളുടെ കോറാണ്, അതിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉരുത്തിരിയുന്നത്. സോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ നമുക്ക് ട്രെയിനിങ്ങിനും എഡ്യൂക്കേഷനും റിസർച്ചിനുള്ള ഒരു ബേസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.